ഹായ് പുതിയുടെ സ്വാഗതം. ഈ വീഡിയോ ഹാരിസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മുടെ അയ്യൂബിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അയ്യൂബി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ അനിലക്കരയെ ഒരു ശത്രുപാളയത്തിൽ നിർത്തിക്കുകയാണ്. അപ്പോൾ അനിലക്കരെ പിന്നെ പറഞ്ഞിരുന്നു പോലും എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് 50,000 ജോലിയുണ്ട്, എനിക്ക് പെൻഷനുണ്ട്, അങ്ങനെയുള്ളത് കൊണ്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ ഡാഷ് മോനെ, നീ മനസ്സിലാക്കേണ്ടത് അനിലക്കരെ എത്രയോ 10 കോടി ചോദിച്ചു, അതിൻ്റെ 6 കോടി തരാമെന്ന് പറഞ്ഞു, ബാക്കി 5 കോടി തരാനില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 10 കോടിയാ 12 കോടിയായിട്ടും ചോദിച്ചിട്ട്, അതുകൊണ്ടാണ് ഡാഷ് മോനെ പിന്നെ അനിലക്കരെ ഈ കമ്പനിക്കെതിരെ തിരിയുന്നൊക്കെയല്ലേ നീയൊക്കെ പറഞ്ഞു നടന്നത്. അതിനുള്ള വിശദീകരണമായിട്ടാണ് പറഞ്ഞത്. എടാ എനിക്കെന്തിനാണ് പൈസ, ഞാൻ കർഷകനാണ്, ഞാൻ അധ്വാനിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, എനിക്ക് പെൻഷനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ നിന്നെ പോലെയുള്ളവരുടെ ഈ ആൾക്കാരെ പറ്റിച്ച് മൂഞ്ചിച്ചതിൻ്റെ പൈസ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ നിന്നെ പോലെ ഈ ആട്ടകളെ പോലെ പാവങ്ങളുടെ ചോര കുടിച്ചിട്ട് ഉണ്ടാക്കിയ പൈസ ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. നീ അതും മറ്റുള്ളവരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്, വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ ഒരു ശത്രുവായി കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താണ് ഇതൊക്കെ? പിന്നെ നീ എന്താ പറഞ്ഞ 260 കോടി പിന്നെ 25,000 ആൾക്കാർക്ക് 37,000 അല്ലെങ്കിൽ 40,000 താഴെയല്ല ഈ പൈസ വാങ്ങുന്നവർ. നീ തെളിയിക്കാൻ പറ്റുമോ? എനിക്ക് തെളിയിക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ, മനസ്സിലാക്കുക. അതൊക്കെ നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. 37,000 ആൾക്കാരാണ് ഈ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ടിരുന്ന ആള്. അതിൽ 12,000 ആൾക്കാർക്ക് വലിയ തുക കിട്ടിയിട്ടുണ്ട്, 25,000 രൂപയ്ക്ക് ഇട്ട പൈസയും പോയിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. അതൊക്കെ നിനക്ക് അന്വേഷണം കഴിയുമ്പോൾ മനസ്സിലാവൂടാ. നീയൊക്കെ വേറും എന്നാ പറയേണ്ടത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ 260 കോടീനെ 25,000 കൊണ്ട് വീതിച്ച് കഴിഞ്ഞാൽ 8 ലക്ഷം കിട്ടുക. നീക്ക് ഇതൊക്കെ ആരടാ എനിക്ക് പറഞ്ഞത്? നീ ഒന്ന് പിന്നെ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഹരിക്കൽ പഠിക്കുന്ന കുട്ടികളോട് കൊടുക്ക്. എന്നിട്ട് ചോദിക്ക് 260 കോടീനെ 25,000 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുമെന്ന്. 1,04,000 രൂപയാണ് കിട്ടുക. 1,04,000 രൂപ മതിയോ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചവർക്ക്? 5 ലക്ഷത്തിൻ്റെ ബോണ്ട് ഇട്ടവർക്ക് 1,04,000 കിട്ടിയാൽ മതിയോ? പറ, എന്താണ് പറയുന്നത്? ഈ 260 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കമ്പനിയുടെ പൈസയൊന്നുമല്ല, കമ്പനിയുടെ ഫണ്ടിലേക്കുള്ള പൈസയൊന്നുമല്ല. കുട്ടികളുടെ പേരിലുള്ള പൈസയുണ്ട്, ഇവരുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്കുള്ള പൈസയുണ്ട്, മറ്റ് കമ്പനികളുടെ പൈസയുണ്ട്. അപ്പം അങ്ങനെ പല പല അക്കൗണ്ടിലുള്ള പൈസയും കൂടി കൂട്ടിയിട്ടാണ് 260 കോടി. 260 കോടിയിൽ 212 കോടി രൂപ മാത്രമാണ് ഇപ്പം പെർമനന്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇപ്പം പെർമനന്റ് അറ്റാച്ച്മെന്റ് ആണത്രേ. അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നീയൊക്കെ വിവരക്കേട് വിളിച്ച് പറയരുത്. ഇതൊക്കെ ആൾക്കാർക്ക് കണക്കൂട്ടാനൊക്കെ, ഈ കോടിക്കണക്കിന് രൂപ ഇട്ടവർക്കൊക്കെ അവർക്ക് കോടിക്കണക്കിന് രൂപേനെ ഹരിക്കാനും അറിയാം. അപ്പോൾ അവരിതൊക്കെ മനസ്സിലാക്കൂ എന്നുള്ള കാര്യമാണ് നിന്നോടൊക്കെ പറയാനുള്ളത്. അപ്പം ഇങ്ങനെ ഉള്ളത് നന്നായിരിക്കില്ല. അനിലക്കരയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ശവമടക്ക് ഏറ്റവും പെട്ടെന്ന് നടത്താൻ പറ്റും എന്നുള്ള കാര്യമാണ് നിന്നോട് പറയാനുള്ളത്. ബൈ.